ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വണ്ണിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറ്റേ സ്വീറ്റ് നോസ്ഗേ എന്നുള്ള ആ ഒരു പോം ആരാണ് എഴുതിയത്? ഓഥർ ആരാണ്? പിന്നെ ഇസബെല്ല വിറ്റ്നിയാണ്. ആൻഡ് വാട്ട് ഈസ് എ ബാലഡ്? ബാലഡ് എന്ന് പറയുന്നത് നെറേറ്റീവ് പോമാണ്. ആൻഡ് ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഇൻ സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് റിപ്പീറ്റഡ് റിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അമററ്റി എഴുതിയത് എഡ്മണ്ട് സ്പെൻസർ ആണ്. അദ്ദേഹത്തിന്റെ സോണറ്റ് സീക്വൻസ് ആണ്. അദ്ദേഹത്തിന്റെ മാരേജിനെ കുറിച്ചും കോർട്ട്ഷിപ്പിനെ കുറിച്ചുമാണ് അമററ്റിക്കകത്ത് സ്പെൻസർ എഴുതിയിരിക്കുന്നത്. ആൻഡ് ആംഗ്ലോ സാക്സൺ പീരീഡിലെ ഒരു വർക്ക് എഴുതാൻ പറഞ്ഞ ബിയോവൂൾഫ് ആണ്. ബിയോവൂൾഫിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കണം. അതൊരു ഓൾഡ് ഇംഗ്ലീഷ് എപ്പിക് പോമാണ്. ബിയോവൂൾഫ് എന്നുള്ള ഹീറോയുടെ ബാറ്റിലും അയാൾ ബാറ്റിൽ ചെയ്യുന്ന മോൺസ്റ്റേഴ്സിന്റെ കാര്യവും ഗ്രൻഡൽ എന്നുള്ള മോൺസ്റ്ററിന്റെ കാര്യവും ഗ്രൻഡലിന്റെ അമ്മയെ കൊല്ലുന്ന കാര്യവും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്. ഷേക്സ്പിയറിന്റെ ഒരു ട്രാജഡി ഹാംലെറ്റ് ഉണ്ട്, മാക്ബത്ത് ഉണ്ട്, ഒഥല്ലോ ഉണ്ട്. പിന്നെ ഹൂ റോട്ട് ഗോർബുഡക് എന്ന് എഴുതിയത്, ഗോർബുഡക്കാര എഴുതിയത് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡിയാണ്. ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. 1561 എഴുതിയിരിക്കുന്നു. തോമസ് നോർട്ടണും തോമസ് സാക്വിലും ആണ്. ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 1611 കിങ് ജെയിംസ് ഫസ്റ്റിന്റെ ബൈബിളിലാണ് അങ്ങനെ വിളിക്കുന്നത്. 2 യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ക്രിസ്റ്റഫർ മാലോയും തോമസ് കിഡും. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ആരായിരുന്നു? ഗ്രൂപ്പ് ഓഫ് എലിസബീതൻ പ്ലേ റൈറ്റ്സ് ആണ്. അവർ ഓക്സ്ഫോർഡിൽ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലാണ് പഠിച്ചത്. അതുകൊണ്ടാണ് അവരെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറഞ്ഞ വർക്ക് ആരാ എഴുതിയത്? ദ വെനറബിൾ ബീഡാണ്. പിന്നെ ഇൻകീപ്പർ ആരാണ്? ചോസറിന്റെ പ്രൊലോഗിനകത്ത് അല്ലെങ്കിൽ കാൻറ്റർബറി ടെയിൽസിനകത്തെ ഹോസ്റ്റ് അല്ലെങ്കിൽ ഇൻകീപ്പർ ആരാണ്? ഹാരി ബെയ്ലിയാണ്. ദെൻ പാരഡൈസ് ലോസിലെ ഈവിനെ കുറിച്ച് എഴുതാൻ പറയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ, ഗ്രേസ്ഫുൾ ആൻഡ് ഇന്റലിജന്റ് ആണ്. പക്ഷേ ടെംപ്റ്റഡ് ആവുന്നുണ്ട്, ഫ്ലാറ്ററിയിൽ വീണ് പോകുന്നുണ്ട്, വൾണറബിൾ ആണ് പുള്ളിക്കാരി. സെയ്റ്റൻ ഡിസീവ് ചെയ്യുന്നുണ്ട് ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുന്നതിനെ ചൊല്ലി. ആൻഡ് അതിനുശേഷമാണ് മാൻകൈൻഡിന്റെ ഫോള് തുടങ്ങുന്നത്. പക്ഷേ എന്നാലും എന്താണ്, ആഡമിന് അവളെ ഇഷ്ടമാണ്. വാട്ട് ഇസ് എ സോണറ്റ്? 14 ലൈൻ പോമാണ്. സ്പെസിഫിക് റൈം സ്കീം ഉണ്ട്. ലവ്, ടൈം ആൻഡ് ബ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോണറ്റ്സ് ഉണ്ട്. ഇറ്റാലിയൻ ഉണ്ട്, ഇംഗ്ലീഷ് സോണറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് സോണറ്റിന്റെ മറ്റൊരു പേരാണ് ഷേക്സ്പീരിയൻ സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റിന്റെ മറ്റൊരു പേരാണ് പെട്രാർക്കൻ സോണറ്റ്. പെട്രാർക്കൻ സോണറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് സോണറ്റ് ഉണ്ട്, അതായത് ഷേക്സ്പീരിയൻ സോണറ്റ് ഉണ്ട്, സ്പെൻസറിയൻ സോണറ്റ് ഉണ്ട്. ഈ ഇംഗ്ലീഷ് ഷേക്സ്പീരിയൻ സോണറ്റിന്റെയും സ്പെൻസറിയൻ സോണറ്റിന്റെയും ഒക്കെ റൈം സ്കീം അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്? മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുമ്പോൾ ഇലാബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഡിഫറെന്റ് തിങ്സ്. അത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ജോൺ ഡൺ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്നുള്ള വർക്കിനകത്ത് ലവിനെ അല്ലെങ്കിൽ 2 ലവേഴ്സിനെ ജോൺ ഡൺ എന്നുള്ള പോയിന്റ് കോമ്പസിന്റെ 2 ലെഗ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ഷേക്സ്പിയറിന്റെ സോണറ്റ് 33 ഇമേജറി എന്ന് വെച്ചാൽ സണ്ണും ക്ലൗഡ്സും ആണ്. ലോസ്റ്റ് ലവിന്റെ ഡിസപ്പോയിന്റ്മെന്റിനെ കാണിക്കുന്നു, ബിലവഡിന്റെ ബിട്രയലിനെ കാണിക്കുന്നു. സണ്ണിനെ അതായത് ക്ലൗഡ്സ് കവർ ചെയ്യുന്നത് ആ ബിട്രയലിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും എന്താണ്, സൺ റിമെയിൻസ് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു മൊമെന്ററി ഡാർക്ക്നെസ് നമുക്ക് തന്നാലും. ദെൻ ബേക്കണിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ട്രൂ ഫ്രണ്ട് അല്ലെങ്കിൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനകത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇമോഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആള്. ഒരു ട്രൂ ഫ്രണ്ട് നല്ല വൈസായിട്ട് കൗൺസിൽ ചെയ്യുന്ന ആളായിരിക്കും, നമ്മളെ ഓണസ്റ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളും കൂടിയാണ്. സോ പേഴ്സണൽ ഗ്രോത്തിനും കംഫർട്ടിനും വേണ്ടി ഫ്രണ്ട്ഷിപ്പ് വേണം. മിറക്കിൾ പ്ലേസ് എന്ന് വെച്ചാൽ മെഡീവൽ ഡ്രാമാസ് ആണ്. ഈ സന്യാസിമാരുടെ അല്ലെങ്കിൽ സെയിന്റുമാരുടെ ലൈഫിനെ മിറക്കിൾസിനെയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ചർച്ചിലും അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിലുമാണ്. ക്രിസ്ത്യൻ വാല്യൂസ് ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ് പെർഫോം ചെയ്യുന്നത്. റിവെഞ്ച് ട്രാജഡി എന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിക് ജോണറാണ്. വേറെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വെച്ചാൽ വെഞ്ചിയൻസിന് വേണ്ടി ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റും ഉണ്ട്, തോമസ് കിഡിന്റെ ദ സ്പാനിഷ് ട്രാജഡിയും. പിന്നെ ഡോക്ടർ ഫോസ്റ്റസിനകത്ത് ഹെലനെ കുറിച്ച് ചോദിച്ചാൽ ഹെലൻ ഓഫ് ട്രോയി അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിയുടെയും ഡിസയറിന്റെയും എപ്പിറ്റോമായിട്ടാണ്. ഡോക്ടർ ഫോസ്റ്റസ് അവരെ മെഫിസ്റ്റോഫിലിസിന്റെ സഹായത്തോടു കൂടിയാണ് ഹെലന്റെ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തുന്നത്. ഓക്കെ, അടുത്ത കേഡ്മൻ ഒരു ആംഗ്ലോ സാക്സൺ പോയിന്റ് ആണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു മങ്ക് ആയിരുന്നു കേഡ്മൻ അക്കോർഡിംഗ് ടു ബീഡ്. പിന്നെന്താണ്, ഡിവൈൻലി ഇൻസ്പയർഡ് ആയി അങ്ങനെ ക്രിസ്ത്യൻ റിലീജിയസ് സോങ്സ് ഫോംസ് ഒക്കെ എഴുതാൻ തുടങ്ങി. മൊറാലിറ്റി പ്ലേ എന്ന് വെച്ചാൽ മെഡീവൽ ഡ്രാമയാണ്. അതിനകത്ത് അലിഗോറിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. മോറൽ ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ എവറി മാൻ ബൈ ബെൻ ജോൺസൺ ഒരു മൊറാലിറ്റി പ്ലേ ആണ്. തോമസ് മോർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഫിലോസഫർ ആൻഡ് ഓഥർ ഓഫ് യൂട്ടോപ്പിയ ആണ്. അദ്ദേഹം യൂട്ടോപ്പിയ എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ സൊസൈറ്റി 1516 അത് പബ്ലിഷ് ചെയ്തത്. മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് വെച്ചാൽ 17th സെഞ്ചുറി പോയട്രി ആണ്. ഇന്റലക്ച്വൽ പ്ലേഫുൾനെസ്, പാരഡോക്സ്, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ജോൺ ഡൺ, ആൻഡ്രൂ മാർവൽ, ജോർജ് ഹെർബർട്ട് ഇവരൊക്കെയാണ് നോട്ടബിൾ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. ലവ്, റിലീജിയൻ, മൊറാലിറ്റി, ലോജിക്കൽ റീസണിങ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് 16th സെഞ്ചുറി പ്ലേ റൈറ്റ്സ് ആണ്. മാർലോ, കിഡ്, ഗ്രീന് കുറേ പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് പഠിച്ചു വെക്കുക. അവരാണ് എലിസബീതൻ ഡ്രാമയ്ക്ക് ഫൗണ്ടേഷൻ കൊണ്ടുവന്നത്. ബ്ലാങ്ക് വേർഡ്സ് ഒക്കെ അവർ യൂസ് ചെയ്തു. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്.
ജോൺ വെബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു ജക്കോബിയൻ ഡ്രാമാറ്റിസ്റ്റ് ആണ്. ഡാർക്ക് ട്രാജഡീസ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കറപ്ഷൻ, സൈക്കോളജിക്കൽ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്ലേസസ്. ദ ഡച്ചസ് ഓഫ് മാൽഫിയും വൈറ്റ് ഡബിളും അതാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. പിന്നെ കിങ് ജെയിംസിന്റെ ബൈബിളിന്റെ ആണ് ഓതറൈസ്ഡ് വേർഷൻ 1611 ആണ് അത് പബ്ലിഷ് ചെയ്ത്. ഓക്കെ. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഓറൽ ട്രഡീഷൻ ഉണ്ട്, അലിട്രേഷൻ, ഹീറോയിക് തീംസ്, എക്സാമ്പിൾ ബിയോവൂൾഫ്, റിലീജിയസ് ആൻഡ് എലിജിയക് പോയട്രി ഉണ്ട്. പിന്നെ കോമ്പൗണ്ട് മെറ്റഫേഴ്സ് ഒരുപാട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് മെറ്റഫേഴ്സിനെയാണ് നമ്മൾ കെന്നിങ്സ് എന്ന് പറയുന്നത്, KENNINGS. എലിസബത്തൻ ഏജിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാമ ഫ്ലറിഷ് ചെയ്തു, ഷേക്സ്പിയർ മാർലോ ഒക്കെ വെച്ചിട്ട്. റിനസൻസ് ഹ്യൂമനിസം വന്നു, പോയട്രിയും പ്രോസും റൈസ് ചെയ്തു, എക്സ്പ്ലോറേഷനും എക്സ്പാൻഷനും. ഏജ് ഓഫ് ഡിസ്കവറി എന്നാണ് പറയുന്നത്. ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറയുമ്പോൾ 14 ലൈൻ ഡയാമിക് പെൻഡമീറ്റർ ആണ്. AB CD EF GG റൈം സ്കീം. ലവ്, ടൈം, ബ്യൂട്ടി ആൻഡ് മൊറാലിറ്റി. എക്സാമ്പിൾ സോണറ്റ് 18. ഓക്കെ. പിന്നെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം ആംഗ്ലോ സാക്സൺ ടു പ്യൂരിറ്റൻ ഏജ് എന്ന് ചോദിച്ചാൽ ആംഗ്ലോ സാക്സൺ ഏജിനെ കുറിച്ച് പറയുക, ബിയോവൂൾഫ്, റിലീജിയസ് പോയട്രിയെ കുറിച്ച് പറയുക. മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 1066 to 1500 ആണ്. ചോസറും മിസ്റ്ററി പ്ലേസിന്റെ കാര്യവും പറയുക. റിനസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1500 to 1660 ഷേക്സ്പിയറിനെ കുറിച്ചും പിന്നെന്താണ് റെസ്റ്റോറേഷനെ കുറിച്ചും സ്പെൻസർ, ബേക്കണിനെ കുറിച്ച് പറയുക. പ്യൂരിറ്റൻ ഏജ് 1640 to 1660 മിൽട്ടനെ, പാരഡൈസ് ലോസിനെ കുറിച്ചൊക്കെ പറയുക.